ഞങ്ങളൊരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. തൃപ്പൂണിത്തുറ സെൻട്രൽ തിയേറ്ററിലാണ് നമ്മൾ സിനിമ കാണാൻ വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് വർഷം മുമ്പെയുള്ള ഈ സ്ഥലത്തിന്റെ ദിവ്യനാമം അപ്പം ഞങ്ങൾ കാന്താര കണ്ടു. എന്താ പറയാ, പടം ഗംഭീര പടം, ഒന്നും പറയാനില്ല. ഞാൻ ആ ഫീലിലിരിക്കുക. പടം കണ്ടേണ്ട ഭയങ്കര ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും എല്ലാവരും പോയി കാണാം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അയ്യോ, കാരണം ഫസ്റ്റ് പാർട്ട് കണ്ടപ്പോഴത്തേക്കും അവസാനത്തിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 minutes ആണ് ശരിക്കും പടത്തിന്റെ ഫുൾ ഒരു ഗും എന്ന് പറഞ്ഞത്. ഫസ്റ്റ് ഹാഫ് ഒരു എന്താ പറയുക, സ്ലോ പേസ് എന്ന് പറയാനുള്ള, എന്നാലും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് വന്നോടെ പടം വേറൊരു ഭയങ്കര ട്രാൻസിഷൻ ആണ് പടം, വേറൊരു ലെവലിലേക്ക് പടം മാറി. ശരിക്കും തിയേറ്ററിൽ തന്നെ പോയി കാണും. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ്. ഗൂസ് ബംസ് വരുന്ന ഇഷ്ടം പോലെ സീക്വൻസ് കാര്യങ്ങളുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴും ഞങ്ങൾ അത് പലരും പറയണ കേട്ടോ. അവിടെ ഞങ്ങൾ ചോദിച്ചതല്ല, പലരും കുറെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അയ്യോ എല്ലാവരുടെ ഫേസ് എല്ലാം മാറിയിട്ട് ഒന്നും പറയാനില്ല. മസ്റ്റ് വാച്ച് മൂവി. അതെ. സോ കാന്താര 2 ഇനിയും നേരത്തെ തന്നെ അനൗൺസ് ചെയ്തതാണ് കാന്താരയുടെ പല ചാപ്റ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട്. സോ ഇത് പെൻഡ് ചെയ്തേക്കണം. അടുത്തത് എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് എന്താ പറയാ, പറയുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ. അതെ അതെ, പിന്നെ ജയറാം സാർ അതുപോലെ പൊളിച്ച് അല്ലേ. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു റീസെന്റ് വന്നേക്കുന്നതിനകത്ത് ദ ബെസ്റ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പോയിട്ട് ഇത്രയും ബെസ്റ്റ് ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുള്ള. അതിനകത്ത് ഹീറോയിന്റെ പേര് എനിക്ക് ഹീറോയിൻ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ ഫീമെയിൽ ക്യാരക്ടർ ചെയ്ത അതും അവർ തകർത്തുണ്ട്. അവിടെ അതിനകത്ത് എല്ലാരും ഷെട്ടി ആസ് യൂഷ്വൽ ഫസ്റ്റ് കാന്താരയിലെ പോലെ അതിനേക്കാളും കുറേ കൂടി ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പറഞ്ഞതാവുന്നില്ല. മ്യൂസിക് ഒന്നും പറയാം, എല്ലാം ഈവൻ നമ്മുടെ വിഷ്വലി ആണെങ്കിലും ശരി, മ്യൂസിക്കലി ആണെങ്കിലും ശരി, എല്ലാം ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഒരു മൂവി തന്നെ അല്ലേ. എല്ലാരും പോയി കാണാം. കാന്താര 2.